തിരുവനന്തപുരത്ത് തുടർഭരണം ഉണ്ടാവുമോ അതോ ഭരണമാറ്റം ഉണ്ടാവുമോ? വരൂ നമുക്ക് ജനങ്ങളോട് ചോദിക്കാം. UDF വരുന്നതാണ്. ചിലപ്പോൾ വ്യത്യാസം വരാം, ചിലപ്പം LDF UDF ഈക്വലായിട്ട് വരാം, BJPക്ക് കുറച്ചുകൂടെ സീറ്റ് കിട്ടാം. അങ്ങനെ വരുമ്പോൾ തുക്കസഭ വരാം. കാരണം നിയമം കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ ചിലപ്പോൾ കാട്ടാകടം കിട്ടാം, പറയാൻ പറ്റില്ല. 4 കിട്ടാൻ സാധ്യത ഉള്ളതാണ് നമ്മളൊരു വിലയിൽ. LDF എന്തായാലും ഒരു 75 സീറ്റിൽ അധികാരത്തിൽ വരും. കേസുകളൊക്കെ ശരിയല്ല. ഈ കാണുന്ന എക്സിറ്റ് പോളൊന്നുമല്ല. നമുക്ക് ഇതിനേക്കാൾ UDFന് ഇതിനേക്കാളും സീറ്റ് ഉണ്ടാവും. ഒരു 80 മുതൽ അല്ലെങ്കിൽ 90 മുതൽ 100 സീറ്റ് ഉണ്ടാകുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ശരിക്കും എക്സിറ്റ് പോൾ അല്ല നമ്മൾ കരുതേണ്ടത്, അതിൽ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അതായത് ഞാനൊരു പാർട്ടിയും പറയുന്നതല്ല. LDFൻ്റെ കാര്യം പരിതാപകരമാണ്, UDFൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ BJP അതിൽ കൂടുതൽ സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരു സർവേ 1 മുതൽ 14 വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ BJPയുടെ അവരുടെ കണക്ക് കൂട്ടൽ 20 വരെ പോകുന്നതാണ്. അതുപോലെ LDFൻ്റെ സർവേയിൽ പറഞ്ഞിരിക്കുന്നതിലും കുറച്ചുകൂടി താഴാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ നിഗമനം. എക്സ്പോൾ കണ്ടിട്ട് ഭരണമാറ്റം വരാം, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു ടൈറ്റ് മത്സരം തന്നെയായിരിക്കും. ആര് ഭരണത്തിൽ വന്നിരുന്നാലും മാക്സിമം ഒരു 80-85 സീറ്റിനകത്ത് ഉള്ള ഇത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ.